ഭഗവാൻ പരമശിവൻ നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദത്തിൽ ലയിച്ച ആ ഒരു കഥ നമുക്ക് കേട്ടാലോ. നമ്മുടെ ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണല്ലോ. ആ ഒരു പുല്ലാങ്കുഴൽ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളിലും നമുക്ക് ഒരു സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു മധുരമാണ് ഭഗവാന്റെ പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത്. ആ ഒരു പുല്ലാങ്കുഴൽ നാദം ഒരിക്കൽ ഭഗവാൻ നമ്മുടെ കൈലാസവാസിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ മഹാദേവൻ കേൾക്കാൻ ഇടയായി. ഭഗവാൻ കൈലാസത്തിൽ ധ്യാനത്തിൽ അഗാധമായിട്ടുള്ള ധ്യാനത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ ഒരു പുല്ലാങ്കുഴൽ നാദം കേൾക്കുവാൻ ഇടയായത്. ഭഗവാന് എന്തെന്നില്ലാത്ത മനസ്സുഖവും സന്തോഷവും ആ ഒരു സമയത്ത് ഭഗവാന് നമ്മുടെ പരമശിവന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു പുല്ലാങ്കുഴൽ നാദം എവിടെ നിന്നാണ് കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ മനസ്സിൽ ആലോചിച്ച് ആ ഒരു സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാൻ ചെന്നെത്തിയത് നമ്മുടെ വ്രജഭൂമിയായിട്ടുള്ള വൃന്ദാവനത്തിലാണ്. ആ ഒരു വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ നമ്മുടെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകൻ അവിടെ നമ്മുടെ ഗോപസ്ത്രീകളുമായി എല്ലാം രാസലീലയ്ക്ക് ഏർപ്പെടുവാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് നമ്മുടെ സാക്ഷാൽ മഹാദേവൻ അവിടെ എത്തുന്നത്. ആ സമയം നമ്മുടെ മഹാദേവന് ആ ഒരു രാസലീലയിൽ പങ്കെടുക്കുവാൻ അതിയായ മോഹം ഭഗവാന് തോന്നി. അപ്പോൾ പുരുഷാരമായി നമ്മുടെ രാസലീലയിൽ കൃഷ്ണന് മാത്രമേ അവിടെ കയറുവാൻ സാധിക്കുകയുള്ളൂ. രാസസ്ഥലത്തില് മറ്റ് ഗോപികമാരും കൃഷ്ണനും മാത്രമാണ് രാസലീലയിൽ ഏർപ്പെടുക. അപ്പോൾ രാസലീലയിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം പുല്ലാങ്കുഴൽ നാദവും സന്തോഷവും കളിയും ചിരിയും എല്ലാമാണ് ആ ഒരു രാസസ്ഥലത്ത് നടക്കുക. അപ്പം അവിടെ മഹാദേവന് എത്തണമെങ്കിൽ ഒന്നെങ്കിൽ കൃഷ്ണനാവണം, അല്ലെങ്കിൽ ഗോപികയാവണം. ഗോപികയായാൽ മാത്രമേ നമ്മുടെ പരമശിവന് ആ ഒരു സ്ഥലത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പരമശിവന് മായാദേവി, നമുക്ക് ഇതിനകത്തുള്ളൊരു കഥാപാത്രമാണ് മഹാമായ. മഹാമായ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ നമ്മുടെ മായയിൽ ആഴ്ത്തുന്ന ഒരു ദേവിയാണ് മഹാമായ എന്ന് പറയുന്നത്. അപ്പോൾ പരമശിവൻ മഹാമായയോട് അഭ്യർത്ഥിച്ചു, എനിക്ക് ഒരു ഗോപികയാകുവാൻ കഴിയണം, ഈ ഒരു രാസലീലയിൽ പങ്കെടുക്കണം. അപ്പോൾ വൃന്ദാവന ദേവിയായിട്ടുള്ള യോഗമായ ഉപദേശിക്കുകയാണ്. ശിവൻ വൃന്ദാവന ദേവിയെ സമീപിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു വേഷം എടുക്കുകയാണ്. ഒരു സുന്ദരിയായിട്ടുള്ളൊരു ഗോപിക രൂപം ഭഗവാൻ ധരിക്കുകയാണ്. ഭഗവാൻ പുതിയ രൂപത്തോടെ വൃന്ദാവന ദേവി ഭഗവാനെ പുതിയ രൂപത്തോടെ ആ ഒരു രാസസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ശ്രീ രാധാകൃഷ്ണനിൽ നിന്ന് പ്രേമഭക്തി തേടി ശിവൻ പ്രാർത്ഥനയിൽ നിന്നു. ഭഗവാൻ ശിവന്റെ രാസലീലയിൽ ചേരുന്ന മഹാരാസങ്ങൾ ആരംഭിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഗോപികയുടെ വേഷം ധരിച്ച് ശിവൻ ഉൾപ്പെടെ എല്ലാ ഗോപികമാരുമായി നൃത്തം ചെയ്തു. കുറച്ചു നേരം നൃത്തം കഴിഞ്ഞ ഭഗവാൻ എന്നിരുന്നാലും കുറച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് എന്തോ പന്തികേട് തോന്നി. അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ഞങ്ങളുടെ രാസലീലയിൽ ഞാൻ സാധാരണ ആനന്ദം അനുഭവിക്കുന്നില്ല, നമ്മൾക്കിടയിൽ പുറത്തുനിന്ന് ആരോ ഉണ്ട്. തുടർന്ന് എല്ലാ ഗോപികമാരും പരിശോധിച്ച് അവർക്കിടയിൽ ആരും ഒളിച്ചിരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ലളിതാദേവിയെ ചുമതലപ്പെടുത്തി. ലളിതാദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ഗോപികയാണ്.
കൃഷ്ണൻ 3 കണ്ണുകളുള്ള ഗോപികയെ കണ്ടെത്തി. അതാരുമല്ല, നമ്മുടെ സാക്ഷാൽ ശ്രീ മഹാദേവനാണ്. ലളിതാദേവി ഓരോ ഗോപികയെയും സൂക്ഷ്മമായി പരിശോധിച്ചു. അവരുടെ മൂടുപടം ഉയർത്തി. പക്ഷേ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയില്ല. 3 കണ്ണുകളുള്ള ഒരു ഗോപികയെ അവർ കാണുന്നതുവരെ ആശയക്കുഴപ്പത്തിലായിട്ടുള്ള അവൾ കൃഷ്ണനോട് തിരികെ റിപ്പോർട്ട് ചെയ്തു. അതായത് കൃഷ്ണനോട് ചെന്ന് പറഞ്ഞു, ഈ ഗോപികയെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കൃഷ്ണൻ ഗോപികയെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ അഭിസംബോധന ചെയ്തു. ഹേ ഗോപീശ്വര, അങ്ങേ ഈ രൂപത്തിൽ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ യോഗമായയിൽ നിന്ന് സ്ത്രീവേഷം ഏറ്റെടുത്ത ശ്രീ മഹാദേവനെ അങ്ങനെ ഭഗവാൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ ഗോപീശ്വര മഹാദേവന്റെ ഉത്ഭവം ഗർഗ സംഹിതയിൽ വിവരിച്ചിരിക്കുന്ന ഈ വിനോദം ശിവൻ എങ്ങനെയാണ് ഗോപീശ്വര മഹാദേവൻ എന്നറിയപ്പെട്ടതെന്ന് വിശദീകരിക്കുകയാണ്. ഗോപീശ്വര മഹാദേവൻ എന്ന് ഭഗവാന് പേര് വരാനുള്ള ഒരു ഐതിഹ്യം ഈ ഒരു കഥയാണ്. അങ്ങനെ മഹാരാസലീലയിൽ മഹാദേവന് ഏർപ്പെടണമെങ്കിൽ ഗോപികാവേശം ധരിക്കണമായിരുന്നു. അതുകൊണ്ട് മഹാദേവൻ അങ്ങനെ ഗോപികാവേശം ധരിച്ച് വൃന്ദാവനത്തിലെ രാസലീലയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇങ്ങനൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ഭഗവാനുമായി പങ്കിടാൻ ഉള്ളത്.